എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു വലിയ ചോദ്യമാണ്. ദൈവം ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഇത്രയും ഉന്നതമായ ബുദ്ധിക്ക് എവിടെ നിന്നാണ് ഉത്ഭവം കിട്ടിയത്? ശുദ്ധമായ യുക്തിയും ആഴത്തിലുള്ള വിശ്വാസവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ ശക്തമായ കഥയിലൂടെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, വാദങ്ങളിലൊക്കെ കേമനായ ഒരാൾ, പ്രശസ്ത ആത്മീയ ഗുരുവായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനെ അങ്ങ് വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു. അപ്പോ ഈ പണ്ഡിതന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കട്ട നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു തന്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ദൈവമുണ്ടെന്നുള്ള ഏത് വാദത്തെയും പൊളിച്ചെടുക്കാൻ പറ്റുമെന്നും. അദ്ദേഹം വെറുതെ വന്നതൊന്നുമല്ല, നല്ലോണം തയ്യാറെടുത്തിട്ടാണ് വന്നത്. ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഓരോന്നോരോന്നായിട്ട് നല്ല മൂർച്ചയുള്ള കുറേ വാദങ്ങളൊക്കെ ആയുധമാക്കിയാണ് അദ്ദേഹത്തിന്റെ വരവ്. പക്ഷെ അവിടെ നടന്നതെന്താണെന്നോ? ആ പണ്ഡിതൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം തന്റെ ആദ്യത്തെ വാദം ശ്രീരാമകൃഷ്ണന് മുന്നിൽ അവതരിപ്പിച്ചു. ഒരു രക്ഷയുമില്ലാത്ത വാദം, യുക്തിയുടെ ഒരു മാസ്റ്റർപീസ് തന്നെ. എന്നിട്ടൊരു മറുപടിക്കായിട്ട് ഇങ്ങനെ കാത്തിരുന്നു. പക്ഷേ മറുപടി കേട്ട പണ്ഡിതൻ ഞെട്ടി. കാരണം ശ്രീരാമകൃഷ്ണൻ തർക്കിക്കാനൊന്നും പോയില്ല. പകരം പണ്ഡിതന്റെ തോളിലൊന്ന് തട്ടിയിട്ട് ശാന്തമായിട്ട് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഇത് കേട്ട് പണ്ഡിതന് ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെയായി. എന്നാലും അദ്ദേഹം വിട്ടുകൊടുത്തില്ല. തന്റെ രണ്ടാമത്തെ കുറച്ചുകൂടി ശക്തമായ വാദവുമായിട്ട് മുന്നോട്ടു പോയി. ഇതെന്തായാലും ഖണ്ഡിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അപ്പോഴും ശ്രീരാമകൃഷ്ണന്റെ മറുപടി അതുതന്നെ. ഒരു എതിർപ്പുമില്ല, പൂർണ്ണമായ യോജിപ്പ് മാത്രം. നിങ്ങൾ പറയുന്നത് സത്യമാണ്, അതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞു. ഇതിങ്ങനെ തുടർന്നു. ഓരോ വാദത്തിനും ഇതേ മറുപടി. പണ്ഡിതന്റെ ആത്മവിശ്വാസമൊക്കെ പതുക്കെ പതുക്കെ പോയി തുടങ്ങി. പകരം ദേഷ്യവും നിരാശയും വന്നു. കാരണമെന്താ? അദ്ദേഹം വന്നത് ഒരു സംവാദത്തിനാണ്, വാദിച്ചു ജയിക്കാനാണ്. പക്ഷേ ഇവിടെ കിട്ടുന്നതോ മുഴുവൻ യോജിപ്പും. അവസാനം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ചോദിച്ചു, ശരി, എന്റെ എല്ലാ വാദങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നു, ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുന്നു. എന്നിട്ടും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? അപ്പോ ശ്രീരാമകൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പണ്ഡിതന്റെ ഏറ്റവും വലിയ ആയുധം, അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ബുദ്ധിയില്ലേ, അത് തന്നെ അദ്ദേഹത്തിന് നേരെ തിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത്രയും സമർത്ഥമായി വാദിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉജ്ജ്വലമായ ബുദ്ധിയുടെ ഉറവിടം, അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ദൈവമില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഇത്രയും ഉന്നതമായ ബുദ്ധി എവിടെ നിന്ന് കിട്ടി? അതായത് ഇത്രയും ആഴത്തിൽ ചിന്തിക്കാനും സത്യം കണ്ടെത്താനും കഴിവുള്ള ഇത്രയും വലിയൊരു ബുദ്ധി വെറും ജഡവസ്തുക്കളിൽ നിന്ന് തനിയെ ഉണ്ടാകില്ലല്ലോ. ആ ഒരൊറ്റ മറുപടിയിൽ പണ്ഡിതന്റെ അഹങ്കാരമെല്ലാം തകർന്നുപോയി. ശ്രീരാമകൃഷ്ണൻ തന്റെ യുക്തിയെ തോൽപ്പിക്കുകയല്ല, മറിച്ച് ആ യുക്തിയുടെ തന്നെ ദൈവികമായ ഉറവിടം കാട്ടിത്തരുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതോടെ അദ്ദേഹം ശ്രീരാമകൃഷ്ണന്റെ ശിഷ്യനായി മാറി. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, അല്ലേ? എന്തിനാണ് ശ്രീരാമകൃഷ്ണൻ ഇത്രയും നേരം കാത്തിരുന്നത്? തുടക്കത്തിലെ തിരിച്ചൊരു വാദം ഉന്നയിച്ചാൽ പോരായിരുന്നു? അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ ആഴം നമുക്കിവിടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കാരണം വളരെ ലളിതമാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ വലിയ തത്വചിന്തയിൽ നിന്നോ അല്ലെങ്കിൽ വാദപ്രതിവാദത്തിൽ നിന്നോ വന്നതായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സ്വന്തം അനുഭവത്തിൽ നിന്ന് വന്നതായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്നത് പുറത്തുള്ള തർക്കിച്ചു ജയിക്കേണ്ട ഒരു വിഷയമേ ആയിരുന്നില്ല. മറിച്ച് ഓരോ നിമിഷവും തന്റെ ഉള്ളിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിക്കുന്ന സത്യമായിരുന്നു അത്. ശ്രീരാമകൃഷ്ണൻ തർക്കിച്ചില്ല. കാരണം അദ്ദേഹം വ്യക്തമായി തന്റെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായുള്ള സ്വാനുഭവമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവമെന്ന് പറയുന്നത് വെളിയിലുണ്ടായിരുന്ന ഒരു വസ്തുവായിരുന്നില്ല, മറിച്ച് ദൈവമെന്ന് പറയുന്നത് അദ്ദേഹം തന്റെ ഉള്ളിൽ സാദാസമയവും അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സത്യമായിരുന്നു. അങ്ങനെയുള്ളവർ വേറെ ആരോടും തർക്കിക്കാനും തെളിയിച്ചു കൊടുക്കാനുമൊന്നും നിൽക്കില്ല. അതിന്റെ ആവശ്യവും അവർക്കില്ല. അവർ അതാണ്. ഈ വിവരണം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.